ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിവിന്റെയും രാഗിണിയുടെയും വിവാഹ നിശ്ചയം കണ്ട് തകർന്നു നിൽക്കുകയാണ് കാവേരി. വിനീതിനെയും കാവേരിയും ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്താക്കുകയാണ് ജയപാലൻ. കാവേരി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നിവിന്റെയും രാഗിണിയുടെയും അരികിലേക്ക് വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. വിശാൽ പറയുന്നു, നിവിൻ ചേട്ടാ ഫോട്ടോ എടുക്കുകയല്ലേ, ഒന്ന് ചിരിക്ക്. എന്താ നിവിൻ രാഗിണി ചോദിക്കുമ്പോൾ രാജേശ്വരി പതിയെ സത്യപാലനോട് പറയുന്നു, നിവിൻ വരില്ല എന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും നല്ല രീതിയിൽ നിശ്ചയം കഴിഞ്ഞു. അപ്പൊ സത്യം പറയുകയാണ്, പക്ഷെ നിവിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ല. അപ്പൊ രാജേശ്വരി പറയുന്നു, ശരിയാകും, പതിയെ പതിയെ എല്ലാം ശരിയാകും. ജയപാലൻ പറയുന്നു, രാജി നിവിന്റെയും രാഗിണിയുടെ അരികിലേക്ക് വന്ന് നിൽക്ക്, ഫോട്ടോ എടുക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടു കൂടി ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. നിവിൻ കഴുത്തിലെ ഹാരം ഊരുമ്പോൾ രാഗിണി ചോദിക്കുന്നു, നിവിൻ എവിടെ പോകുന്നു? എന്തു പറ്റി? മാല ഇട് നിവിൻ. ദേഷ്യത്തോടുകൂടി നിവിൻ ആ മാല കഴുത്തിലേക്ക് അണിയുമ്പോൾ തന്റെ ഫോൺ വാങ്ങിച്ച് സെൽഫി എടുക്കുകയാണ് രാഗിണി. തുടർന്ന് മാലയൊക്കെ ഊരി വെച്ച് നിവിൻ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ രാജേശ്വരി പറയുന്നു, നിവിൻ അവിടെ നിൽക്ക്. രാഗിണി ഉറക്കെ നിവിനെ വിളിക്കുകയാണ്. അരികിലേക്ക് വന്ന നിവിനോട് ജയപാലൻ ചോദിക്കുന്നു, എന്താ നിവിനെ, ദേഷ്യമാണോ? എന്ത് ചെയ്യാനാ, എന്റെ മകൾ ആഗ്രഹിച്ചതല്ലേ, പിടിച്ചു പറിച്ചാണെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? അവള് ചിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതേപോലെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നാൽ അതിന് കാരണമായ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. നിവിൻ ദേഷ്യത്തോടുകൂടി ജയപാലനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ രാജേശ്വരി ഉറക്കെ ചോദിക്കുന്നു, നിവിൻ നീ എവിടെയാണ് പോകുന്നേ? അപ്പൊ ജയപാലൻ പറയുകയാണ്, എവിടെ പോകാനാ രാജി, നിവിൻ ഇവിടെ തന്നെ ഉണ്ടാകും. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നേ? എല്ലാവരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. പുറത്തേക്ക് ഇറങ്ങി വന്ന നിവിൻ ഓർക്കുകയാണ്, രാത്രി ബാംഗ്ലൂർക്ക് പോകാനായി തുടങ്ങിയപ്പോൾ ജയപാലന്റെ മുന്നിൽ പെട്ടതും ജയപാലൻ ഗുണ്ടകളുടെ ഒപ്പം നിവിനെയും കൂട്ടി സ്നേഹതീരത്തേക്ക് വന്നതും ഗേറ്റിന്റെ അരികിൽ വണ്ടി നിർത്തി ജയപാലൻ പറയുന്നു, ഇറങ്ങ്. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നിവിൻ ചോദിക്കുമ്പോൾ ജയപാലൻ പറയുകയാണ്, എല്ലാം പറയാ, ഇറങ്ങ്. നിവിനെ, ഇതാ കാവേരിയുടെ വീട്, അറിയാലോ. അപ്പൊ നിവിൻ പറയുകയാണ്, ജയപാലങ്ങളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് പറ. ജയപാലൻ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മഹാനദി ഹോം സ്റ്റേയാ, ശാന്തമായിരിക്കണം. നടന്നത് മാത്രമല്ല നടക്കാൻ പോകുന്നത് എന്താണെന്നും എനിക്കറിയാം. അതുകൊണ്ട് എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ഇത് കേട്ട് നിവിൻ പറയുകയാണ്, നിങ്ങൾക്ക് കാവേരിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ വിരട്ടുന്ന പണിയൊന്നും വേണ്ട. അപ്പൊ ജയപാലൻ പറയണ, ചുമ്മാതൊന്നും വിരട്ടുകയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ വിരട്ടുന്നത്. അപ്പൊ നിവിൻ പറയണ, ശരി, ഇപ്പൊ വന്ന കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ജയപാലൻ വിസിലടിക്കുമ്പോൾ വലിയ തടിക്കഷ്ണവും കത്തിയൊക്കെയായി ഗുണ്ടകൾ കാവേരിയുടെ വീട് വളയുകയാണ്. ഇത് കണ്ട് നിവിൻ ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ജയപാലൻ പറയുന്നു, ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാ. നിവിൻ ടെൻഷനോടുകൂടി അവരുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ജയപാലൻ പറയുകയാണ്, നിവിനെ അവിടെ നിൽക്ക്. എങ്ങോട്ടായി പോകുന്നേ? ഈ വീടിന് ചുറ്റും എന്റെ ആൾക്കാരുണ്ടായിരുന്നു. നിവിൻ ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. നമ്മുടെ ആൾക്കാർ എനിക്ക് ഇൻഫോർമേഷൻ തന്നു. ഞാൻ വിചാരിച്ചു കാവേരിയും കൂടി ഒളിച്ചോടി പോകാനാണെന്ന്. ഈ വീടിന് ചുറ്റും എന്റെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാം എനിക്കറിയാം. ടെൻഷനോടുകൂടി നിവിൻ ചോദിക്കണ, ഇവരെല്ലാവരും എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആദ്യം ഇവരോട് ഇവിടുന്ന് പോകാൻ പറ. ജയപാലൻ ചോദിക്കുന്നു, എന്തിന്? കാവേരിയും കൂടി ഒളിച്ചോടി പോകാനോ? അപ്പൊ നിവിൻ ചോദിക്കണ, ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് മാത്രം പറയിപ്പോ. അപ്പൊ ജയപാലൻ പറയണ, നിവിൻ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നാൽ ഇവരെല്ലാവരും ഇവിടുന്ന് പോയിക്കോളും. ഇല്ലെങ്കിൽ നിവിൻ പറയണ, ശരി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവരെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? അപ്പൊ ജയപാലൻ പറയണ, നിവിൻ ഇപ്പം എന്റെ കൂടെ വന്നില്ലെങ്കിൽ, നാളെ രാവിലെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കില്ല എന്ന് നിവിൻ പറയുമ്പോൾ ജയപാലൻ പറയണ, ഒന്ന് വെയിറ്റ് ചെയ്യ് നിവിനെ, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. നിവിൻ അവിടെ ഇരുന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആരും ജീവനോടെ ഉണ്ടാകില്ല. ഇത് കേട്ട് നിവിൻ ചോദിക്കണ, ഇതെന്താ സിനിമയാണോ? നിങ്ങൾ വിചാരിച്ചതൊക്കെ നടത്തിയെടുക്കാൻ കുറച്ചെങ്കിലും ലോജിക്കോടെ സംസാരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലെന്നാണോ വിചാരം? ഇത് കേട്ട് ജയപാലൻ ചോദിക്കണ, ആര് ചോദിക്കും? ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ നിവിൻ പറയണ, ദേ നോക്ക്, കാവേരിക്കോ ഈ വീട്ടിലുള്ളവർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അപ്പൊ ജയപാലൻ പറയണ, ഇവിടെ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നാളെ നിശ്ചയം നടക്കണം. അപ്പൊ നിവിൻ പറയുന്നു, പറ്റില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ? അപ്പൊ ജയപാലൻ പറയണ, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ കരച്ചിൽ ആരും കേൾക്കില്ല. എല്ലാവരും പോയാൽ ആർക്കു വേണ്ടി കരയാനാ? നിവിൻ ചോദിക്കുന്നു, ഇവിടെ പോലീസും കോടതിയും ഒന്നും ഇല്ലെന്നാണോ വിചാരം? അപ്പൊ ജയപാലൻ പറയണ, നിവിൻ എനിക്കെതിരായി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തല്ലേ, എന്നിട്ട് എന്ത് നടന്നു? ഇത് കിട്ടിയ ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് നിവിൻ പറയുകയാണ്, ശരി, ഇവരോട് എല്ലാവരോടും ഇവിടെ നിന്ന് പോകാൻ പറ. അപ്പൊ ജയപാലൻ പറയുകയാണ്, നിവിൻ ആദ്യം മണ്ഡപത്തിൽ ഇരിക്കുമെന്ന് പറ. നിവിൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വിസിൽ അടിക്കാനായി തുടങ്ങുകയാണ് ജയപാലൻ. ടെൻഷനോടുകൂടി നിവിൻ പറയുന്നു, വേണ്ട. അപ്പൊ ജയപാലൻ പറയുകയാണ്, നിവിൻ വന്ന് മണ്ഡപത്തിലിരുന്നാൽ എല്ലാവരും ഇവിടുന്ന് പോകും. എന്നെ കുറിച്ച് നിവിന് നന്നായിട്ട് അറിയാലോ. രാഗിണിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന്. രണ്ട് വഴിയേ ഉള്ളൂ, ഓപ്ഷൻ 1, ഓപ്ഷൻ 2. ഇവരെ എല്ലാവരെയും കൊലക്കി കൊടുക്കാൻ പോവുകയാണോ, അതോ മണ്ഡപത്തിൽ എന്റെ മകളുടെ അടുത്ത് വന്നിരിക്കുന്നു, വിസിൽ അടിച്ചാ മതി. നിവിൻ ടെൻഷനോടുകൂടി ജയപാലങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ജയപാലൻ പറയുകയാണ്, വിസിൽ അടിച്ചാ മതി, പറഞ്ഞതുപോലെ ചെയ്യും. നിവിൻ തന്നെ പറ, ഓപ്ഷൻ 1 വേണോ, ഓപ്ഷൻ 2 വേണോ? ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നിവിൻ. തുടർന്ന് ഇതെല്ലാം ഓർത്ത് ഒന്നും ചെയ്യാനാകാതെ തകർന്ന വിവാഹ മണ്ഡപത്തിൽ നിൽക്കുകയാണ് നിവിൻ. വിനീത് കാവേരിയോട് പറയുന്നു, നിനക്ക് എന്ത് വിശ്വാസമായിരുന്നു നിവിനെ? അവൻ നിന്നെ ചതിക്കില്ലെന്നല്ലേ പറഞ്ഞ്? അവന്റെ ചതി കണ്ടില്ലേ? അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ഞാൻ നിവിനോട് ഒരുപാട് തവണ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. കാവേരി ഒരു
സ്വഭാവമാണെന്ന്. അവൻ എപ്പോഴും എനിക്ക് കാവേരി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നിന്നെ കരയിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു, കരയിപ്പിച്ചു. നിന്റെ അടുത്ത് വന്ന് പുഷ്പവാടിയിൽ നിന്നും പോവാ, ഈ നിശ്ചയം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ, രാഗിണിയുടെ കയ്യിൽ നിശ്ചയത്തിന്റെ മോതിരം അണിയിപ്പിച്ചിരിക്കുന്നു. ദ്രോഹി, അവനെ വെറുതെ വിടരുത് കാവേരി. വാ കാവേരി, നമുക്ക് പോയി അവനെ കാണാം. വേണ്ട വിനീതേട്ടാന്ന് കാവേരി പറയുമ്പോൾ വിനീത് ചോദിക്കണ, എന്തുകൊണ്ടാ കാവേരി വേണ്ടെന്ന് പറയുന്നേ? അപ്പൊ കാവേരി പറയണ, നിവിന് എന്നെ മറന്ന മറ്റൊരാളുടെ വിരലിൽ മോതിരം അണിയിക്കാൻ തോന്നിയില്ലേ? പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നത്? എന്നെ ശരിക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ഈ നിശ്ചയം നടക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിശ്ചയം നടന്നു, അതിന്റെ അർത്ഥം എന്താ വിനീതേട്ടാ? അപ്പൊ വിനീത് പറയണ, വീട്ടിലെല്ലാവരും കൂടി വിരട്ടി അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതായിരിക്കും. അപ്പൊ കാവേരി പറയണ, വിരട്ടിയാ കേൾക്കുന്നവരാണെങ്കിൽ കേട്ടോട്ടെ. അങ്ങനെ കാവേരി കരയുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് വിനീത്. തുടർന്ന് വീട്ടിലേക്ക് വന്ന കാവേരി ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. വിനീതും അവിടേക്ക് വരുന്നു. ടെൻഷനോടുകൂടി ഗംഗ ചോദിക്കുന്നു, കാവേരി എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? വിനീതേട്ടാ, ഇവൾ എന്തിനാ കരയുന്നേ? എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയത്? വാതിലിന്റെ അരികിലേക്ക് വന്ന യമുനയും അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. കാവേരി, നീ ഒന്ന് പറ. വിനീതേട്ടെങ്കിലും ഒന്ന് വാ തുറന്ന് പറയാന്ന് ഗംഗ പറയുമ്പോൾ നിവിന്റെ നിശ്ചയം കഴിഞ്ഞു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് യമുന. ഗംഗ ഞെട്ടി കാവേരിയെ നോക്കുമ്പോൾ പൊട്ടിക്കറങ്ങിയ കാവേരി പറയണ, ഞാൻ ചതിക്കപ്പെട്ടു ഗംഗേച്ചി. ഗംഗ കണ്ണു നിറങ്ങിയ കാവേരിയെ ചേർത്ത് പിടിക്കുമ്പോൾ സംശയത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് യമുന. പൊട്ടിക്കരഞ്ഞോണ്ട് കാവേരി പറയുന്നു, സത്യമായിട്ടും നിവിൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല ഗംഗേച്ചി. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. അവിടെ രാഗിണിയുടെ വിരലിൽ അവൻ മോതിരം ഇട്ടു, അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഗംഗേച്ചി. അവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കാവേരി പൊട്ടിക്കരയുമ്പോൾ ആശ്വസിപ്പിക്കുകയാണ് ഗംഗയും വിനീതും. കണ്ണു നിറങ്ങിയ യമുന മനസ്സിൽ പറയുന്നു, നിശ്ചയം നടന്നെന്നോ? എങ്ങനെ? വിനീത് പറയുന്നു, എപ്പോഴും എന്റെ കൂടെ നടക്കുന്നവനാ, എന്നിട്ടും എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല. യമുന മനസ്സിൽ പറയുകയാണ്, നിവിൻ എന്നെയല്ലേ പ്രണയിക്കുന്നത്? കാവേരി ചേച്ചി എന്തിനാ കരയുന്നേ? നിവിന്റെയും രാഗിണിയുടെയും നിശ്ചയം എങ്ങനെ നടക്കും? പക്ഷെ വിനീതേട്ടൻ കണ്ടെന്നല്ലേ പറയുന്നേ? അങ്ങനെ യമുന കണ്ണീര് തുടച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഗംഗ പറയണ, അവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ? അപ്പൊ കാവേരി പറയണ, വിശ്വസിച്ചു പോയി ഗംഗേച്ചി. വിനീത് പറയണ, നമ്മളെ എല്ലാവരെയും വിശ്വസിപ്പിച്ച് അവൻ ചതിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി കാവേരിയെ കാണാൻ അവൻ ഇവിടെ വന്നിരുന്നു. ഈ നിശ്ചയം മുടക്കാൻ വേണ്ടി അവൻ പുഷ്പവാടി വിട്ടു പോവുകയാണെന്ന് പറഞ്ഞു. കാവേരി പറയുകയാണ്, എങ്ങനെയോ അവൻ എന്നെ മാറ്റിയെടുത്തു. ഞാൻ അവനെ വിശ്വസിച്ചു. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു ഗംഗേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് കാവേരി. തുടർന്ന് ഓഡിറ്റോറിയത്തിൽ മാറി നിൽക്കുന്ന നിവിന്റെ അരികിലേക്ക് വന്ന സത്യപാലൻ ചോദിക്കുന്നു, നിവിൻ ഇവിടെ എന്ത് ചെയ്യുക? അകത്തേക്ക് വാ. വിരൽ ചൂണ്ടി നിവിൻ പറയുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും, അകത്തേക്ക് പോകും. നിവിൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്ന സത്യപാലൻ പറയുമ്പോൾ നിവിൻ പറയണ, ഒന്നും പറയണ്ട. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? മാടിന്റെ കഴുത്തിൽ കയറ് കെട്ടുന്നത് പോലെ എന്റെ കഴുത്തിൽ മാലയിട്ട് അവിടെ നിർത്തിയില്ലേ? ഇപ്പൊ സന്തോഷമായില്ലേ? ഒന്ന് പോവാച്ചാ. തുടർന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വരികയാണ് യമുന വിശ്വസിക്കാനാകാതെ നിവിന്റെയും രാഗിണിയുടെയും ഫ്ലെക്സിലേക്ക് നോക്കുകയാണ്. കണ്ണു നിറഞ്ഞ ചുറ്റും നോക്കി യമുന ഗേറ്റ് കടന്നു വരുമ്പോൾ പുറത്തു നിൽക്കുന്ന നിവിൻ യമുനയെ കാണുന്നു. യമുനയും കരഞ്ഞുകൊണ്ട് നിവിനെ നോക്കുകയാണ്. നിവിൻ അരികിലേക്ക് വരുമ്പോൾ യമുന ചോദിക്കുന്നു, ചതിക്കുകയായിരുന്നല്ലേ? സോറി യമുന എന്ന് നിവിൻ പറയുമ്പോൾ യമുന ചോദിക്കാണ്, എങ്ങനെ തോന്നി അത്രയൊക്കെ സംസാരിച്ചിട്ട്? ഇത് കേട്ട് നിവിൻ പറയുന്നു, അവസാന നിമിഷം വരെ നിശ്ചയം മുടക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്ക് പറ്റിയില്ല. പക്ഷെ ഞാൻ ചതിക്കണമെന്നൊന്നും വിചാരിച്ചില്ല. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല യമുന. പക്ഷെ ഒരു കാര്യമുണ്ട്, നിശ്ചയം നടന്നു കാണും, കല്യാണം നടക്കില്ല. എന്നെ വിശ്വസിക്കും യമുന, ഉറപ്പായിട്ടും കല്യാണം നടക്കില്ല. കണ്ണു നിറഞ്ഞ യമുന ചോദിക്കുന്നു, വിശ്വസിക്കാമോ? അപ്പൊ നിവിൻ പറയണ, ഉറപ്പായിട്ടും വിശ്വസിക്കാം യമുന. നീ ചെന്ന് പറ. ഞാൻ ആരോട് പറയണമെന്ന് യമുന ചോദിക്കുമ്പോൾ ചുറ്റും നോക്കി നിവിൻ പറയണ, യമുന പോകാൻ നോക്ക്. എന്റെ ഈ ഫോൺ പോലും ഇല്ല. എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചേനെ. വിശാലങ്ങളും കണ്ടാൽ പിന്നെ അതാകും അടുത്ത പ്രശ്നം. നീ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകാൻ നോക്ക്. പോ യമുന. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് യമുന അവിടെ വന്ന് പോകുമ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ജയബാലൻ. വിശാലും ജയബാലന്റെ പിന്നാലെ വരുന്നു. ചുറ്റും നോക്കി ടെൻഷനോടുകൂടി യമുനെ ഉറക്കെ വിളിക്കുകയാണ് നിവിൻ. ഇത് കേട്ട് യമുന തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പടക്കം പൊട്ടുകയാണ്. നിവിനെ ഉറക്കെ പറയുന്നു, കാവേരിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ, ഞാനുണ്ട്, അവളോട് പറയണം. നിവിൻ എന്താ പറഞ്ഞെന്ന് യമുനയ്ക്ക് മനസ്സിലാകുന്നില്ല. ജയപാലൻ വിശാലിനോട് പറയുന്നു, പടക്കം പൊട്ടുന്ന ശബ്ദം കാരണം ഒന്നും കേൾക്കുന്നില്ല, ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. പെട്ടെന്ന് യമുന കാണുകയാണ് അവിടെ നിൽക്കുന്ന ജയപാലനെയും വിശാലിനെയും. ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നിവിനെ ഒന്ന് നോക്കിയിട്ട് യമുന അവിടെ നിന്ന് പോകുന്നു. പുറത്ത് നിൽക്കുന്ന നിവിനെ കണ്ട് ജയപാലൻ ചോദിക്കാണ്, വിശാലെ നിവിൻ എന്താ അവിടെ നിൽക്കുന്നേ? വാ പോയി ചോദിക്കാം. അങ്ങനെ നിവിന്റെ അരികിലേക്ക് വന്ന് ജയപാലൻ ചോദിക്കാണ്, നിവിനെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വാ നമുക്ക് കഴിക്കാം. എന്റെ ഫോൺ എവിടെയെന്ന് നിവിൻ ചോദിക്കുമ്പോൾ ജയപാലൻ ചോദിക്കാണ്, അതിപ്പോ എന്തിനാ? അപ്പൊ നിവിൻ പറയണ, എന്റെ ഫോൺ എവിടെയെന്നാ ചോദിച്ചത്. അപ്പൊ ജയപാലൻ പറയണ, വിശാലെ നീ അകത്ത് പോയി നിവിനും രാഗിണിക്കും കഴിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യ്, ഞാൻ നിവിനെയും കൂട്ടി അങ്ങോട്ട് വരാം. ശരി അച്ഛാന്ന് പറഞ്ഞ വിശാൽ അകത്തേക്ക് പോവുകയാണ്. അപ്പൊ നിവിൻ പറയണ, ദേ നോക്ക്, ഞാൻ എന്റെ ഫോൺ എവിടെയെന്നാ ചോദിച്ചത്. അപ്പൊ ജയപാലൻ പറയണ, തരാൻ പറ്റില്ല, എന്ത് ചെയ്യും? ഇത് കേട്ട് നിവിൻ പറയുന്നു, വിരട്ടി ഈ നിശ്ചയം നടത്തിയെടുത്തില്ലേ, പക്ഷെ കല്യാണം നടക്കില്ല. ചിരിച്ചുകൊണ്ട് ജയപാലൻ പറയണ, നിശ്ചയം നടത്തിയ എനിക്ക് കല്യാണം നടത്താൻ അറിയില്ലേ? കാവേരിയുടെ കുടുംബത്തെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തും. അതൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുമെന്ന് വിചാരിച്ചോന്ന് നിവിൻ ചോദിക്കുമ്പോൾ ജയപാലൻ ചോദിക്കാണ്, ഇന്നലെ എന്ത് ചെയ്തു? കണ്ടോണ്ട് തന്നെയല്ലേ ഇരുന്നേ? ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കില്ല എന്ന് നിവിൻ പറയുമ്പോൾ ജയപാലൻ പറയുകയാണ്, നടക്കും. ഞാൻ പറഞ്ഞില്ലേ എന്റെ മകൾക്ക് നിന്നെ വേണം, അതുകൊണ്ട്
ഈ കല്യാണം നടന്നിരിക്കും. വാ മരുമകനെ, നമുക്ക് കഴിക്കാം. അങ്ങനെ ജയബാലൻ നിവിന്റെ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി കൈ തട്ടി മാറ്റുകയാണ് നിവിൻ. ചിരിച്ചുകൊണ്ട് ജയബാലൻ പറയുകയാണ്, നിവിന് മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി. നിന്റെ കാമുകയില്ലേ, ആ കാവേരി ഇവിടെ വന്ന് നിന്റെ നിശ്ചയം കണ്ടിട്ടാ പോയത്. ആദ്യം ആ വിനീത വന്നത്. ഓടിച്ചെന്ന് ആ കാവേരിയും വിളിച്ചോണ്ട് വന്നു. അകത്ത് കയറി വന്ന എല്ലാം കണ്ടു. മോതിരം മാറ്റുന്നതും ഹാരം അണിയിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എല്ലാം കണ്ടു. ഇത് കേട്ട് തകർന്നു നിൽക്കുകയാണ് നിവിൻ. ജയബാലൻ പറയുന്നു, ഞാൻ പിള്ളേരോട് ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കണമെന്ന് പറഞ്ഞായിരുന്നു. അയച്ചോ നോക്കട്ടെ. അങ്ങനെ ജയബാലൻ ഫോണിൽ നോക്കി ആ അയച്ചിട്ടുണ്ട്, ദേ അവരുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഓഡിറ്റോറിയത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാവേരിയുടെയും വിനീതിന്റെയും ഫോട്ടോ കാണിക്കുകയാണ്. കാവേരി കരയുന്ന വീഡിയോയും കാണിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് നിവിൻ പറയുന്നു, കാവേരി കരയുകയാണ്. ചിരിച്ചുകൊണ്ട് ജയബാലൻ ചോദിക്കുന്നു, കാമുകന്റെ വിവാഹ നിശ്ചയം കാണുമ്പോൾ കാമുകി കരയില്ലേ? ചിരിക്കാൻ പറ്റൂ? ഈ റോഡ് നനഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ, ആ കാവേരിയുടെ കണ്ണീരാ. എടാ നിങ്ങളെ ഞാൻ പറഞ്ഞ് ജയബാലന്റെ ഷട്ടിൽ പിടിച്ചു തള്ളി നിവിൻ പൊട്ടിക്കരയുകയും ഫ്ലെക്സ് വലിച്ചു കീറുകയാണ്. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിവിൻ ചോദിക്കുമ്പോൾ ജയബാലൻ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? വാ വന്ന് കഴിക്ക് പോടോന്ന് നിവിൻ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ജയബാലൻ. നിവിൻ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്